إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, അർഹമുർ-റാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം കേൾക്കാൻ കൊതിക്കുന്ന വാർത്തകളല്ല പലപ്പോഴും നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇക്കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ 14 വയസ്സിനും 20 വയസ്സിനും 22 വയസ്സിനും ഒക്കെ ഇടയിലുള്ള വളരെ ചെറുപ്പക്കാരായ അധികം പ്രായമെത്താത്ത ആളുകളുടെ മരണ വാർത്തകൾ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ അങ്ങനെ വായിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്നിതാ ദമാമില് +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ബാസ്കറ്റ് ബോൾ കളിക്കുന്നതിനിടയിൽ അവന് മരണം സംഭവിക്കുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങളെ ആഴ്ചകളായി നമ്മൾ ജുമാ നമസ്കാരത്തിന് ശേഷവും ജുമാകളിലുമൊക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഹനീൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അവന്റെ യാത്രയും നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെയും ഫേസ്ബുക്കിലെ എഴുത്തുകളിലൂടെയും അവന്റെ ഉപ്പയുടെ സങ്കടങ്ങളായും ഒക്കെ നമ്മൾ വായിക്കുകയും, റബ്ബിന്റെ അലംഘനീയമായ വിധി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ള സമയം അത് കടന്നു വന്നു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും അത് പ്രായഭേദമന്യേ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കുമെന്നുള്ളത്
ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഹനീനിന്റെ ഉപ്പയെയും ഉമ്മയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാകരമായ ഒരു വാർത്തയായിരുന്നു എന്ന്. റബ്ബിനെ പഴി പറയാതെ അള്ളാഹു ഏൽപ്പിച്ച ആ മകനെ വിട്ടുകൊടുക്കാൻ ആ മാതാപിതാക്കൾ സന്നദ്ധനായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ആത്മാവും അവർ മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്ന്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവനാണ് വിജയം ഉണ്ടാവുക എന്നും നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് നിങ്ങൾ സമ്പാദിക്കുക എന്ന്, നാളെ എന്താണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഏതൊരു ആത്മാവ് എവിടെ വെച്ച് അവന്റെ മരണം സംഭവിക്കുമെന്നതിനെ സംബന്ധിച്ചും ഒരാൾക്കും അറിയില്ല എന്ന്. ആ ഉപ്പയുടെ വരികൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ചില പാഠങ്ങൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന്. ഹനീന്റെ ഉപ്പ, ആ പിതാവ് മകനു വേണ്ടി ഭക്ഷണത്തലികയുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. തന്റെ മകൻ കുളിച്ച് വൃത്തിയായി അവൻ ഭക്ഷണം ഡ്രസ്സൊക്കെ അണിഞ്ഞ് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട യാത്രക്ക് വേണ്ടി തന്റെ അരികിൽ വന്നിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ ഉപ്പ. മകൻ വിളിച്ചിട്ടും വരാത്തത് കണ്ട് ആ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ ഉപ്പ ആ മകനെ കാണുന്നത് ബോധരഹിതനായി കിടക്കുന്ന, തന്റെ ബെഡിലേക്ക് ബോധരഹിതനായി കിടക്കുന്ന മകനെ, ആ മകനെയും വാരിയെടുത്ത് ഏറെ പ്രതീക്ഷയോടുകൂടി ആ ഉപ്പ യാത്ര തിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. ആശുപത്രിയിൽ എത്തിച്ചു. സാമ്പത്തികമായും ശാരീരികമായും എന്തും ചെയ്തു കൊടുക്കാൻ ആ ഉപ്പാക്ക് കഴിയുമായിരുന്നു, ആ ഉമ്മയ്ക്ക് കഴിയുമായിരുന്നു, ആ പിതാവിനും ഉമ്മയ്ക്കും കഴിയുമായിരുന്നു. പ്രിയമുള്ളവരെ, ആ പിതാവ് എഴുതിയ വരികളിൽ നമുക്ക് കാണാം, ഏതറ്റം വരെയും അവനൊന്ന് പുഞ്ചിരിച്ച് പുറത്തേക്ക് വന്നാൽ, അല്ലെങ്കിൽ അവന്റെ നിശ്വാസം ഒന്ന് പുറത്തേക്ക് വന്നാൽ ഏതറ്റം വരെ പോകാനും ഞാൻ ഒരുക്കമാണ്. അവനൊന്ന് കണ്ണ് തുറന്നിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അവന്റെ ഉപ്പ എന്ന് വിളി കേൾക്കുവാൻ ഞാൻ കൊതിച്ചു പോവുകയാണ്. ICUവിന്റെ മുന്നിൽ നിന്ന് നീണ്ട 20 ദിവസങ്ങൾ കഴിയുമ്പോ പിന്നിട്ട് കാത്തു നിൽക്കുമ്പോ അദ്ദേഹം ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ മകനെ കുറിച്ചുള്ള പ്രതീക്ഷകളിലായിരുന്നു. മകൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ. അദ്ദേഹം എഴുതിയ വരികളിൽ നമുക്ക് വായിച്ചാൽ ആ മകന്റെ നന്മകൾ ഒരുപാട് കാണാമായിരുന്നു. 15 വയസ്സിനിടയിൽ ആ ഉപ്പ കൺകുളിരായി കണ്ടിരുന്ന ആ പൊന്നുമോന്റെ, ആ പ്രിയപ്പെട്ട മകന്റെ ഓരോ നിമിഷങ്ങളെ സംബന്ധിച്ചുമുള്ള, ഓരോ സംഭവങ്ങളെ സംബന്ധിച്ചുമുള്ള നേർക്കാഴ്ചകൾ, നന്മകളായി ആ ഉപ്പക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സുകാരനായ മകൻ ഈ പ്രായത്തിനിടയിൽ ചെയ്തു വെച്ച നന്മകൾ എത്രയായിരിക്കും എന്നുള്ളത് പ്രിയമുള്ളവരെ ആ ഉപ്പ പറയുന്നുണ്ട്. 96% മാർക്ക് വാങ്ങിയ റിസൾട്ട് എന്റെ കയ്യിലുണ്ട് അവന്റെ 10ാം ക്ലാസ്സിൽ. പക്ഷെ ആ മകൻ ഇതുവരെയും അത് കണ്ടിട്ടില്ല എന്ന്, ആ മകന് കണ്ണു തുറന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. റിസൾട്ട് 20 ദിവസം കഴിഞ്ഞ് ആ ഉപ്പയുടെ കൈകളിൽ അങ്ങനെ കിട്ടുമ്പോ ഈ മകന്റെ യാത്രയിൽ ആ ഉപ്പ ഏറ്റുവാങ്ങുന്നത്, അല്ലേ, ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ നിന്ന് പിന്നീട് ആ ഉപ്പാക്ക് ലഭിക്കുന്നത് ആ കുട്ടിയുടെ മരണ വാർത്തയാണ്. ആ കുട്ടിയുടെ മയ്യിത്ത് വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ആ വാപ്പയുടെ വരികളിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച വാചകം എന്നത്, മസ്തിഷ്ക മരണം സംഭവിച്ചു കിടക്കുന്ന ആ മകന്റെ, ഞങ്ങൾക്ക് കരഞ്ഞിതാ ഞങ്ങളുടെ കണ്ണിലെ കണ്ണീര് വറ്റിയിട്ടുണ്ട്. എന്നിട്ട് തന്റെ മകന്റെ ഈ ഒരു പ്രയാസം കണ്ടിട്ട് ആ മകന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ കരളുരുകി പ്രാർത്ഥിച്ച പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ കണ്ണീര് വറ്റിപ്പോയിട്ടുണ്ട് എന്നാണ്. അവന്റെ സുബ്ഹിന്റെ അലാറമിത അവന്റെ മൊബൈലിൽ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ഉണരണില്ല, അവൻ ഉണർന്നു കിട്ടുന്നില്ല. 20 ദിവസം കഴിഞ്ഞ് ആ മകന് ലഭിക്കുന്നത് മരണ വാർത്തയുമായിട്ട് ആ വെന്റിലേറ്ററിൽ നിന്ന് മയ്യിത്തായിട്ടാണ് മകന് ലഭിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, 2 നിലക്കും ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. ആ പിതാവ് അവസാന വരികളിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്, 2 നിലക്കും ഞങ്ങൾ ഇതാ ഒരുങ്ങിയിട്ടുണ്ട്. ദുനിയാവിൽ കിട്ടണേ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെങ്കിലും മറിച്ച് റബ്ബിന്റെ തീരുമാനമാണ്, റബ്ബിന്റെ ഖദറാണ്, അവന്റെ മരണ വാർത്തയാണ് ഞങ്ങൾ അറിയാനുള്ളത് എങ്കിൽ പരലോകത്ത് സ്വർഗത്തിലെത്തിക്കണേ എന്ന്, ഒരുമിപ്പിക്കണേ എന്ന് നിങ്ങൾ എല്ലാവരും ദുആ ഇരക്കണേ എന്നാണ് ആ ഉപ്പ അവസാന വാചകങ്ങളായി കുറിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിതാവിന് നൽകിയത് ആ കുട്ടിയുടെ മരണ വാർത്തയായിരുന്നുവെങ്കിൽ നമ്മുടെ അരികിലെ മക്കൾ, അവരെ കണ്ട് നമുക്ക് കൊതി തീർന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും ആ മക്കളെ എടുത്ത് ചുംബനങ്ങൾ നൽകാറുണ്ട്, അവരെ ആശ്വാസവാക്കുകൾ കൊണ്ട് സംസാരിക്കാറുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പ്രിയമുള്ളവരെ,
ഏത് നിമിഷവും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും മരണമെന്നത് കടന്നു വരുമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഓർമ്മകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുളിരേകുന്നതാണ് എങ്കിലും ആ പിതാവ് സഹിച്ച യാതനകളുമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ ആ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുമായുള്ള ഒരു ബന്ധമുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ആ പിതാവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറുക്കാൻ വേണ്ടി പറയുകയാണ്, സ്വന്തം മകനെ സമർപ്പിക്കുകയാണ്. തന്റെ മകൻ, തന്റെ പ്രിയപ്പെട്ട മകനെ അള്ളാന്റെ മാർഗത്തിൽ ബലി കഴിക്കണമെന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹം അതിനുവേണ്ടി തയ്യാറായി എന്നാണ്. തന്റെ മകൻ തനിക്കൊപ്പം നടക്കാൻ വേണ്ടി പ്രായമായപ്പോൾ ഹനീനും അങ്ങനെയായിരുന്നു. ഒരു വേള പ്രിയമുള്ളവരെ, ഹബീബക്കയുടെ ആ ഒരു മകൻ തന്റെ ബോധം തെളിഞ്ഞു വന്നിരുന്നുവെങ്കിൽ, വാപ്പ ഞാനിതാ യാത്ര തിരിക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, പരലോകത്ത് വെച്ച് കാണാമെന്ന് പറയുമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അദ്ദേഹത്തിന്റെ വാചകങ്ങൾ കാണും. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെയും മകന്റെയും ചരിത്രം പറയുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. തനിക്കൊപ്പം നടക്കാൻ പ്രായമായ ഒരു മകൻ, 15-നും 16-നും 18-നും ഒക്കെ ഇടയിലുള്ള ആ ഒരു പ്രായത്തിൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അങ്ങനെ ആയിത്തീർന്നപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഖാല യാ ബുനയ്യ, എന്റെ പുന്നാര മകനെ, ഇന്നി അസ്ബഹുക ഫിൽ മനാമി ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, നിന്നെ അറുക്കുന്നതായി ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു. ഫൻദുർ മാദാ തറാ, എന്റെ അഭിപ്രായം ഒന്ന് പറ എന്ന് പറയുമ്പോ മകൻ പറയുന്നുണ്ട്, ഖാല യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, എന്റെ പുന്നാര വാപ്പ, അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരിച്ചു നൽകാനാണ് പറയുന്നത് എങ്കിൽ ഇഫ്അൽ മാ തുഅ്മർ, അല്ലാഹ് കൽപ്പിച്ചിട്ടുണ്ടോ അത് താങ്കൾ നിർവഹിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ നിങ്ങൾക്ക് ക്ഷമാലിത്തരുടെ കൂട്ടത്തിൽ കാണാമെന്ന്, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ മകനെ നിങ്ങൾക്ക് കാണാം. ഈ ത്യാഗം ഉൾക്കൊണ്ട മകനെയും വാപ്പയുമാണ് പ്രിയമുള്ളവരെ ഇത്തരം കാര്യങ്ങൾ സഹിക്കുന്ന അള്ളാഹുവിന്റെ വിധിയെ അത് കൃത്യമായി ഉൾക്കൊണ്ട് അതിന് പഴി പറയാതെ അങ്ങനെ ജീവിക്കുന്ന മാതാപിതാക്കളുടെ ജീവിതങ്ങളിൽ നമ്മൾ കാണുന്ന ഇത്തരം പരീക്ഷണങ്ങൾ കാണുമ്പോൾ ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് ഓർമ്മ വരണം. പ്രിയരെ, മരണം അത്രയും കൂടെ അടുത്താണ്. മരണം വളരെ വേഗത്തിൽ കടന്നു വരും. മടക്കിയെടുത്താൽ ക്ഷമയല്ലാതെ മറ്റൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാൽ പെട്ടെന്നുള്ള മരണങ്ങൾ അധികരിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് നിമിഷവും ഏത് മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുക്കാം. ഹൃദയസ്തംഭനങ്ങൾ, മസ്തിഷ്ക മരണങ്ങൾ, ആകസ്മികമായ ഇത്തരം മരണങ്ങൾ 50 വർഷങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രോഗലക്ഷണങ്ങളില്ലാതെ 60% ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമേരിക്ക പോലെയുള്ള വികസിത രാഷ്ട്രങ്ങളിൽ അത്തരം വികസനങ്ങൾ അവകാശപ്പെടുന്ന സ്ഥലങ്ങളിൽ ഹൃദയാഘാതം കൊണ്ട് മാത്രം മരണപ്പെടുന്ന, ഒരു വർഷത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 3 ലക്ഷത്തിലധികമെന്നാണ്. മാത്രമല്ല, പുകയില കൊണ്ട് ഹൃദ്രോഗം അത് 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്നുള്ള അതിന്റെ സാധ്യതകൾ വർദ്ധിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുമ്പോൾ വീണ്ടും അത് വലിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയല്ലാതെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്നതും നമ്മൾ കാണുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അമറാത്തിസ് സാഅ അൻ യൽഹറ മൗതൽ ഫജ്അ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പെട്ടെന്നുള്ള മരണം എന്നത് അന്ത്യനാളിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വാൽപ്പാറ ദുരന്തം നമ്മൾ കണ്ടു, വയനാട് ദുരന്തം നമ്മൾ കണ്ടു, പ്രളയങ്ങൾ നമ്മൾ കണ്ടു. ഇതെല്ലാം വളരെ പെട്ടെന്ന് അള്ളാഹുവിന്റെ വിധി അത് പെട്ടെന്ന് മനുഷ്യനെ പുൽകി അവന്റെ റൂഹെടുത്ത് മടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് നമ്മൾ എവിടെയെല്ലാം കാണുന്നത്. ഇതെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് പ്രിയമുള്ളവരെ, ഏത് നിമിഷവും ഏത് മനുഷ്യനും മരണം സംഭവിക്കും. അത് പെട്ടെന്നുള്ള മരണമായാലും ശരി, അല്ലാത്ത രൂപത്തിലുള്ള മരണമായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിധിയിൽ മരണം അത് ഏത് സമയത്താണോ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആ സമയം നമ്മളെ പുൽകി ആകാശ ലോകത്തേക്ക് നമ്മുടെ റൂഹുമേറി മലക്കുകൾ കടന്നു പോകുമെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ആകസ്മികമായ മരണത്തെക്കുറിച്ച്, ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൗത്തുൽ ഫജ്അ റാഹത്തുൽ ലിൽ മുഅ്മിൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെട്ടെന്നുള്ള മരണം എന്നത് റാഹത്തുൽ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്.
ചുറ്റും കൂടിയ ആളുകൾക്ക് പ്രയാസമുണ്ടാകുമെങ്കിലും വൈഷമ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും അള്ളാന്റെ റസൂൽ പറഞ്ഞത് മുഅ്മിനിനെ സംബന്ധിച്ച്, ഈമാനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മരണം എപ്പോഴും അവൻ പ്രതീക്ഷയോടുകൂടിയായിരിക്കും അവൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിന് അത് ആശ്വാസമാണ്. പാപികളായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സങ്കടകരമായ കാര്യമാണ്. മരിക്കാൻ പ്രത്യേക കാരണമില്ലാതെ തന്നെ അത് നമ്മൾ തേടിയെത്താം. എവിടെ എപ്പോൾ എന്നത് റബ്ബിന്റെ തീരുമാനമാണ്. ചില ദുരന്തങ്ങൾ കാണുമ്പോൾ പല ആളുകളും പറയുന്ന വാർത്തകളിൽ വർത്തമാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, അപമൃത്യു സംഭവിച്ചു എന്നുള്ള വർത്തമാനങ്ങൾ, അതുപോലെ തന്നെ ദുർമരണമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള ചില വാർത്തകൾ, ചില സംസാരങ്ങൾ ചില മനുഷ്യരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അശ്ശുഹദാഉ ഖംസത്തുൻ, ശുഹദാക്കൾ 5 വിഭാഗക്കാരാണ്. അൽ മത്ഊൻ, ഒന്ന് പ്ലേഗ് രോഗം ബാധിച്ച മനുഷ്യനാണ്. അൽ മബ്തൂൻ, ഉദര രോഗം ബാധിച്ച് വയറിൽ പ്രയാസങ്ങൾ ഉണ്ടായി രോഗം ബാധിച്ച് മരണപ്പെടുന്ന ആളുകളാണ്. വീണ്ടും റസൂൽ പറഞ്ഞു, വൽ ഗർഖ്, മുങ്ങി മരണപ്പെടുന്ന ആളുകളാണ്. അതുപോലെ തന്നെ വസ്വാഹിബുൽ ഹദം, കെട്ടിടങ്ങൾ തകർന്നു വീണ് മരണപ്പെട്ടു പോകുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഷഹീദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായി മരണപ്പെടുന്ന ആളുകളാണ്. ഇത്തരം ആളുകൾക്ക് ശുഹദാക്കളുടെ പദവിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ചു. ഇതെല്ലാം അപകടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ മരണങ്ങൾ ആണ് എങ്കിൽ, വ്യാപകമായ വാഹന അപകടങ്ങൾ നമ്മൾ കാണുമ്പോൾ പല ആളുകളും അവിടെ ആ മനുഷ്യന് ദുർമരണം സംഭവിച്ചു, മോശപ്പെട്ട മരണമാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകളെ കാണാൻ പറ്റും. രക്തസാക്ഷികളുടെ പദവിയിലേക്ക് വാഹനാപകടത്തിന്റെ ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടില്ല എങ്കിലും ഇത്തരം മരണങ്ങൾ ഏതു നിമിഷവും മനുഷ്യന്റെ മനസ്സിൽ അത് സ്വാധീനം ചെലുത്തുന്ന രൂപത്തിലുള്ള അടയാളപ്പെടുത്തലുകളായി രേഖപ്പെടുത്തുമ്പോൾ അത്തരം വർത്തമാനങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്ന്, ഏതൊരു മനുഷ്യനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. അള്ളാഹു വിധിച്ച സമയത്ത് ഏതൊരു മനുഷ്യന്റെ റൂഹും അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുമെന്ന്. അതുകൊണ്ട് മരണസമയത്ത് ഒരു വ്യക്തി എങ്ങനെയെന്നതാണ് അതിപ്രധാനമായ കാര്യം. ഞാൻ എങ്ങനെ എന്റെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നത്, എത്ര നന്മകൾ ചെയ്തുകൊണ്ടാണ് ഞാൻ എന്റെ റബ്ബിലേക്ക് ഉയർന്നു പോകുന്നു എന്നത് ഏതൊരു വിശ്വാസിയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മുടെ മരണത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്തിന്റെ ഏറ്റവും വലിയ നന്മകളുമായിട്ടാണ് നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ വരെ നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മുടെ സന്തോഷങ്ങൾക്കിടയിൽ, നമ്മുടെ വിനോദങ്ങൾക്കിടയിൽ, നമ്മുടെ കുടുംബമൊത്തിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മുടെ മരണം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. മരണവും കടന്നു വന്ന് നാം യാത്രക്കാരൻ നമ്മുടെ ദുനിയാവിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഏതു നിമിഷവും അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കാം. ഈ യാത്ര കഴിഞ്ഞ് അവസാനിക്കും വരെ നന്മകളുമായി ജീവിക്കാൻ കഴിയണം. ആയുസ് നിശ്ചയിക്കപ്പെട്ടത് എവിടെ വെച്ച് നമ്മൾ മരിക്കും നമുക്കറിയൂല. എവിടെ വെച്ച് മരിച്ചാലും നല്ലൊരവസ്ഥയിൽ നമുക്ക് മരിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ അവധി എത്തിയാൽ, അജലെത്തിയാൽ, ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അത് മുന്നോട്ടോ പിന്നോട്ടോ ചലിക്കുകയില്ല. അല്ലെ, ഒരല്പം കൂടെ മാറ്റി കൊടുക്കാം ഇന്നയാളിന്റെ ആയുസ്, അങ്ങനെയില്ല. ഒരല്പം പിന്തിപ്പിച്ചു കളയാം എന്ന് വിചാരിക്കുകയില്ല. മറിച്ച് എപ്പോഴാണോ അടയാളപ്പെടുത്തിയത് ആ സമയമാറ്റമില്ലാത്ത മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളുടെ ദുനിയാവിലെ ആസ്വാദനങ്ങൾ അത് എന്തൊക്കെ തന്നെയായാലും, അല്ലെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എന്തെല്ലാം സൗകര്യങ്ങളായാലും അതിനെയെല്ലാം മുറിച്ചുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം ദുനിയാവിൽ നിലനിൽക്കെ തന്നെ, നമ്മുടെ സന്തോഷങ്ങളെല്ലാം ദുനിയാവിൽ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മരണം കടന്നെത്തുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, നിങ്ങൾ ഈ ആസ്വാദനങ്ങൾ മുറിച്ചു കളയുന്ന മരണത്തിനെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം, നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുബഅസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി, ഏതൊരുവൻ മരണപ്പെടുന്നത് അയാൾ എങ്ങനെയാണോ മരണപ്പെടുന്നത് അങ്ങനെ തന്നെയായിരിക്കും ഉയർത്തെഴുന്നേറ്റ് വരിക. നമ്മുടെ പുനരുദ്ധാനം എന്നത് നമ്മൾ എപ്രകാരമാണോ മരണപ്പെടുന്നു എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഏറ്റവും അവസാന നിമിഷത്തിൽ ഞാൻ എങ്ങനെയാണോ എന്റെ റൂഹ് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ഏറ്റെടുക്കുന്നത് അതുപോലെയായിരിക്കും എന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നല്ല അവസ്ഥയിൽ മരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ കൊതിക്കണം. ഹറാമുകൾ കാണാത്ത, ഹറാമുകൾ സംസാരിക്കാത്ത, തിന്മകളുമായി മുഴുകാത്ത, റബ്ബിന് ഇഷ്ടമില്ലാത്ത തിന്മകളുമായി കടന്നു പോകുന്ന ആളുകളായി നമ്മൾ മരണപ്പെട്ടു പോകാൻ പാടില്ല.
അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലായിരിക്കും നമ്മൾ ഉയർത്തിനേറ്റ് വരിക. തിന്മകളിലായിരിക്കെ അള്ളാഹു നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ചു. അത്ര മോശപ്പെട്ട ഒരവസ്ഥയിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹുസ്നുൽ ഖാത്തിമ നമ്മൾ ആഗ്രഹിക്കണം. നല്ല പര്യവസാനം, ഏറ്റവും നല്ല അവസാനമാണ് നമുക്കുണ്ടാകേണ്ടത്. തവഫനി മുസ്ലിമൻ വൽഹഖനി ബിസ്സാലിഹീൻ എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ തട്ടിയായിരിക്കണം. എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, അല്ലാഹുവിൽ സമർപ്പിച്ചവനായി. വൽഹഖനി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ എന്നെ കണ്ടുമുട്ടണേ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി അവരെ സ്വാലിഹീങ്ങൾക്കൊപ്പം എന്നെ ചേർക്കണേ എന്നുള്ള ആ പ്രാർത്ഥന അത് നമ്മൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ, നല്ല മരണമാണ് നമ്മൾ കൊതിക്കുന്നത്. പുണ്യങ്ങൾ അത് ജീവിക്കുവാൻ, പുണ്യത്തിൽ ജീവിക്കുവാൻ എനിക്ക് കഴിയണം. നിസ്കാരത്തിലായിക്കൊണ്ട്, നോമ്പിലായിക്കൊണ്ട്, അതുപോലെ തന്നെ സ്വതക്ക നൽകുന്നവനായിക്കൊണ്ട്, നല്ല കർമ്മങ്ങളിൽ അങ്ങനെ വ്യാപൃതനായിരിക്കുന്ന സമയത്ത് നമ്മുടെ മരണം സംഭവിക്കണം. അങ്ങനെ ആഗ്രഹിക്കണം, അല്ലെ? ഹുസ്നുൽ ഖാത്തിമ നമ്മൾ ആഗ്രഹിക്കണം. മറിച്ചാണെങ്കിലോ നമുക്ക് നഷ്ടമായിരിക്കും വരിക. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മരണത്തെ ഓർമ്മയുള്ളവൻ അമിതമായി സന്തോഷിക്കുകയില്ല എന്ന്. അമിതമായ ഒരു ആഹ്ലാദം, അല്ലെ? ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് ആഹ്ലാദിക്കാനും. നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ മക്കളെ കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ കൊണ്ട്, നമ്മുടെ യാത്രകളെ കൊണ്ടെല്ലാം ആഹ്ലാദിക്കാനും മറുപടന്ന് ജീവിക്കാനുമുള്ള സന്ദർഭങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും. പക്ഷേ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞു, മരണത്തെ ഓർമ്മയുള്ളവൻ അമിതമായി സന്തോഷിക്കുകയില്ല എന്ന്. അവൻ അതിന് കഴിയൂല എന്ന്. ആഹ്ലാദവും വിനോദവും അതിനെല്ലാം നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട് എന്നുള്ളത്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മയ്യത്ത് ഇങ്ങനെ കട്ടിലിൽ കിടക്കുമ്പോ, അല്ലെ, നമ്മളെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരും. നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? നമ്മുടെ മയ്യത്തിനെ അങ്ങനെ നമ്മുടെ മുഖം ഇങ്ങനെ കാണും. ഏതൊരു വിശ്വാസിയുടെയും മുഖം ഇങ്ങനെ കാണുമ്പോൾ, നമ്മുടെ മുഖം കാണുമ്പോൾ ആളുകൾക്ക് എന്ത് ഓർമ്മ വരണം? പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും നന്മകൾ ഓർമ്മ വരണം. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അവർക്ക് ഓർമ്മ വരണം. ആ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അപ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക. ചുറ്റും നമ്മുടെ നന്മകൾ കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, എത്ര നല്ല മനുഷ്യനായിരുന്നു അയാൾ, എന്തെല്ലാം നന്മകളാണ് ചെയ്തിരുന്നത്, അതുപോലെ മരണപ്പെടാൻ എനിക്കും തൗഫീഖേകണേ എന്ന് പറയുന്ന പ്രാർത്ഥനകൾ ഉയരുന്ന നിമിഷങ്ങൾ, അല്ലെ? നെഞ്ചത്ത് തട്ടി ഹനീന്റെ ഉപ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. മകന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ച അദ്ദേഹമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, നെഞ്ചുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ആ മകന് വേണ്ടിയിട്ട്. അല്ലെ, ആ ഉപ്പയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണേ എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് 3 പിടി മണ്ണ് വാരി ആ മകന്റെ ശരീരത്തിലേക്ക് അങ്ങനെ, ആ മകന്റെ ഖബറിലേക്ക് അങ്ങനെ ഇടുമ്പോ പ്രിയമുള്ളവരെ, അവന്റെ നന്മകൾ ഓർമ്മിച്ച് അങ്ങനെ ഇടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും. അതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു അവസാന നിമിഷം കടന്നു വരാനുണ്ട്. ഏതൊരു വ്യക്തിയും നമ്മളെ കാണാൻ വരുമ്പോ നമ്മുടെ തിന്മകൾ ഓർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അയാൾ എത്ര മോശപ്പെട്ട ആളാണ്, അയാളുടെ ഇടപാടുകൾ മോശമായിരുന്നു, ഇടപെടലുകൾ മോശമായിരുന്നു, അയാൾ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്ന ഒരാളായിരുന്നു, വഞ്ചകനായിരുന്നു, ചതിയനായിരുന്നു. ഇത്തരം വർത്തമാനങ്ങൾ എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്ന ഒരവസ്ഥ പ്രിയമുള്ളവരെ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കണം. മറിച്ച് നമ്മുടെ നന്മകൾ പറയണം. സുബ്ഹിന്റെ വാങ്ക് കേട്ടാൽ അയാൾ പള്ളിയിൽ ഉണ്ടായിരുന്നു, 5 വക്തത്തിലും പള്ളിയിൽ വരുന്ന മനുഷ്യരായിരുന്നു, അല്ലെ? ആളുകളെ സഹായിക്കുന്നിടത്ത് അയാൾ അകമഴിഞ്ഞ് ചിലവാക്കുന്ന മനുഷ്യനായിരുന്നു, ഏതൊരു നന്മയിലും മുന്നിട്ടിറങ്ങുന്നയാളായിരുന്നു. ഇങ്ങനെയെല്ലാം പറയുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖയ്യിസു മൻ ദാന നഫ്സഹു വഅമില ബിമാ ബഅദൽ മൗത്ത്. ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നത്, അല്ലെ, ഏറ്റവും വലിയ കയ്യസായ മനുഷ്യൻ എന്നത് മൻ ദാന നഫ്സഹു വഅമില ബിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നയാളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉറപ്പുള്ള ഒരു ലോകം വരാനുണ്ട് പ്രിയമുള്ളവരെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ, ആ ഖബറിന്റെ അരികിൽ അരികിലൂടെ നടന്നു പോകുമ്പോൾ സഹാബത്തിനോട് മൻ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിന്റെ ആ ആള് ആരാണ് എന്ന് ചോദിച്ചു. സ്വഹാബത്ത് പറഞ്ഞു, ഫഖാലു ഫുലാനുൻ, അയാൾ ഇന്നയാളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പ്രതിവചിച്ചു. റക്അതാനി അഹബ്ബു ഇലാ ഹാദാ ബഖിയത്തു ദുനിയാക്കും, അയാളുണ്ടല്ലോ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ചെങ്കിൽ എന്നയാൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലാണ് അയാളുടെ ഖബറിലുള്ളത്. എന്ന് പറഞ്ഞാൽ അയാളുടെ 2 റക്അത്ത് നമസ്കാരം അയാൾക്ക് നഷ്ടമായതിന്റെ ഒരു ബേജാറിലാണ്, ഒരു ടെൻഷനിലാണ് അയാളെ ഖബറിനകത്തുള്ളത് എന്നാണ്. അയാളുടെ ഖേദം അതാണ് എന്നാണ്. നമ്മുടെ ആയുസ്സിൽ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന നന്മകൾ ഓരോന്നും നമ്മൾ അടയാളപ്പെടുത്തി പോകണം പ്രിയമുള്ളവരെ. അത് സുന്നത്തായ നമസ്കാരങ്ങളാകട്ടെ, ഫർളായ നമസ്കാരങ്ങളാകട്ടെ, സ്വതക്കകളാകട്ടെ, ഏത് പുണ്യമാകട്ടെ,
അതെല്ലാം ഏത് നിമിഷമാണോ നമുക്ക് അവസരം കിട്ടുന്നത്, ആ അവസരത്തിൽ ചെയ്തു തീർക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയാൾക്ക് ആ ഖബറിൽ ആ 2 റക്അത്ത് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിച്ചു പോകുമാറാണ് അയാൾ ഖബറിലുള്ളത് എന്ന്. നമ്മൾ നാളെ ഖബറിൽ അല്ലെ, അതുകൂടെ ചെയ്തിരുന്നെങ്കിൽ നമ്മളൊന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ തിരിച്ചില്ലല്ലോ. ഞാൻ ഉപേക്ഷിച്ചു പോയ എന്റെ കർമ്മങ്ങളും അതിങ്ങനെ ഉപേക്ഷിച്ചു പോയത് അതിലേക്കൊന്ന് മടക്കിത്താ റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മടക്കിയേക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്മകളുമായി കഷ്ടപ്പെട്ട് ഈ ദുൽഖഅദയുടെ ഈ ഒരു സമയത്ത് പുണ്യങ്ങൾ ധാരാളമായി ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് മുന്നിലുള്ളതുകൊണ്ട് നന്മകളുമായി നമ്മൾ മുന്നേറുക. റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ, റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടുമ്പോ നമ്മുടെ നന്മകൾ അതിങ്ങനെ നിഴലിച്ചു നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിയാറുകൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ അതിനുവേണ്ടി യാത്രയൊക്കെ ഒരുക്കി ആളുകൾ യാത്ര തിരിച്ച് അതിന്റെ ഹറമിന്റെ പരിസരത്തൊക്കെ എത്തുന്ന സമയത്താണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പരിപൂർണമായ കർമ്മങ്ങൾ നിർവഹിച്ച് ഏറ്റവും നല്ല നിലയിൽ ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളേവരും അഷ്ഹറുൽ ഹുറുമിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിശുദ്ധമായ മാസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയ മാസത്തിലാണ് നമ്മൾ. ദുൽഖഅദ, ദുൽഹിജ്ജ, അതുപോലെ മുഹറം, റജബ് തുടങ്ങിയ മാസങ്ങൾ 4 ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയും നന്മകൾക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളേവരും ഉള്ളത് എന്നാണ്. തിന്മകൾ കടന്നു വരാതെ, മോശപ്പെട്ട ചിന്തകളോ സംസാരങ്ങളോ കാഴ്ചകളോ ഒന്നുമില്ലാതെ നല്ല അവസ്ഥയിലായിക്കൊണ്ടായിരിക്കണം ഇത്തരം മാസങ്ങൾ നമ്മൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ട മാസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 4 ഉംറകൾ നിർവഹിച്ചത് ദുൽഖഅദയിലാണ് എന്ന് നമുക്ക് കാണാം. നന്മകൾ ധാരാളം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരണ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മളേവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കുക. മാത്രമല്ല, ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നമ്മൾ ബലി കഴിക്കുന്ന ആ ഒരു ബലിമൃഗത്തിന്റെ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നുമല്ല അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഇഖ്ലാസോടുകൂടി എത്ര കണ്ട് തഖ്വയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെങ്കിലും നിയ്യത്ത് വെച്ചിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ നമുക്കിവിടെ 9,000 രൂപ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കഴിയുന്ന ആളുകൾ അതിനൊരു ഷെയർ ഇട്ട് നമ്മുടെ ബലിമൃഗം അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അങ്ങനെ നമ്മുടെ പരലോകത്തേക്കുള്ള ഒരു കരുതലായി അതിനെ മാറ്റിവെച്ച് അങ്ങനെ സാമ്പത്തികമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്തരം നിയ്യത്തുകൾ വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു അതിന് ബറക്കത്ത് തരും. അല്ലെ, നമ്മൾ ഒരു 9,000 രൂപ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, മറിച്ച് നാളെ പരലോകത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമായി രേഖപ്പെടുത്തുന്നുള്ള ചിന്തയോടുകൂടി അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പുലർത്തുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്ന ആളുകളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ എന്റെ മഗ്ഫിറത്തും റഹ്മത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു, നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അൽഹംദുലില്ലാഹ് ആശ്വാസമുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എല്ലാവരും പ്രാർത്ഥനയിൽ ഇനിയും ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ അത്തരം പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടെ ഉൾപ്പെടുത്തി അവർക്ക് ഖൈറും ബറക്കത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലീകരിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബേ ഞങ്ങളെ ഏവരെയും കാത്തുരക്ഷിക്കണം. റഹ്മാനെ, അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد والحمد لله رب العالمين.